ശിവനും അഞ്ജലിയും പരസ്പരം ആ സന്തോഷവാർത്ത പങ്കുവെക്കുകയാണ്. ഇരുവരുടെ മനസ്സിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും എല്ലാം മാറി സന്തോഷകരമായ ആ വാർത്ത ഇരുവരും ഒരുമിച്ച് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ് ഉണ്ടാകുന്നത്. അഞ്ജലി ശിവനോടും ശിവനോട് അഞ്ജലി ആ സത്യങ്ങൾ പറയുകയാണ്. ഇനിയും നമ്മൾ ശത്രുക്കളെ പോലെ ജീവിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ജീവിതാവസാനം വരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടിയവരാണ്. എന്നും തല്ലുകൂടിയും വഴക്കടിച്ചും അതുപോലെ തന്നെ പഴയ വൈരാഗ്യവും പ്രതികാരവും ഒന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും ഒരു കുടുംബമായി ജീവിക്കണം എന്നും അതുപോലെ തന്നെ ഒരു ദാമ്പത്യ ജീവിതം നമ്മൾക്ക് വേണമെന്നും പറയുകയാണ് അഞ്ജലിയും ശിവനും പരസ്പരം പോരടിച്ച് ശത്രുക്കളെ പോലെ ഒരു മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞതുകൊണ്ട് ജീവിതാവസാനം വരെ അങ്ങനെ കഴിയാൻ കഴിയില്ലെന്നും പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം നമ്മൾക്ക് എല്ലാവർക്കും മുമ്പിൽ നയിച്ചു കാണിച്ചു കൊടുക്കണമെന്നും അഞ്ജലിയും ശിവനും പരസ്പരം തുറന്നു പറയുന്നു. അങ്ങനെ അവരുടെ ഒരുമിച്ചെടുത്ത തീരുമാനം അങ്ങനെ ഫലവത്താവുകയാണ്. പഴയ മനസ്സിലുള്ള വൈരാഗ്യം വിദ്വേഷവും എല്ലാം മറന്നുകൊണ്ട് അവർ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുന്നു. പിരിയാനാവാത്ത വിധം അവർക്ക് നല്ലൊരു കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും ഉണ്ടാവുകയും പ്രണയിച്ച് കല്യാണം കഴിച്ച ഹരിയെയും അപർണയേക്കാൾ ഏറെ സന്തോഷകരമായി ജീവിക്കാൻ പോവുകയുമാണ് അഞ്ജലിയും ശിവനും. അങ്ങനെ അവരുടെ സന്തോഷകരമായ ഒരു ജീവിതം സ്വാന്തനം കുടുംബത്തിൽ വലിയ ഒരു ആശ്വാസവും സന്തോഷവുമാണ് പകരുന്നത്. പരസ്പരം ഉള്ള വെറുപ്പും വിദ്വേഷവും മറന്ന് ഇനിയും നമുക്ക് ഒരുമിച്ച് ജീവിച്ച് തുടങ്ങണമെന്ന് ശിവനോട് അഞ്ജലിയും അഞ്ജലിയോട് ശിവനും പരസ്പരം പറയുകയാണ്. പോരടിച്ച് എനിക്ക് മടുത്തെന്നും ഈ കാര്യങ്ങൾ എന്നോട് ബാലേട്ടൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചെന്നും പറയുകയാണ്. എന്തായാലും ഒരുമിച്ച് ജീവിക്കണമെന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം